ഹായ് ഹലോ എവരിവൺ. നമ്മളിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ട്രേഡർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഒരു വലിയ രീതിയിലുള്ള പ്രോഫിറ്റിന് വേണ്ടിയിട്ടൊന്നുമല്ല. നിങ്ങളുടെ ഒരു നിലനിൽപ്പ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിലനിന്ന് പോകാനുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് അറിഞ്ഞില്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയിട്ട് നിങ്ങൾ എത്രയൊക്കെ ക്യാപിറ്റൽ ഉണ്ടെന്നാലും നിങ്ങൾക്ക് എപ്പോഴും പണി കിട്ടിക്കൊണ്ടേയിരിക്കും. വേറെ ഒന്നുമല്ല, മാർക്കറ്റ് മാറി മാറി വരുന്ന മാർക്കറ്റ് നേച്ചർ നമ്മൾ പഠിക്കുക തന്നെ വേണം. മാറി മാറി വരുന്ന മാർക്കറ്റ് നേച്ചറിൽ വർക്ക് ആവുന്ന ഒറ്റ സംഭവമുള്ളൂ: പൊസിഷൻ സൈസിങ്, റിസ്ക് റിവാർഡ് റേഷ്യോ. ഈ രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏത് മാർക്കറ്റിലും പ്രോഫിറ്റിലല്ലെങ്കിൽ കൂടി ഇപ്പോൾ ഏറ്റവും നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ലോസ് വരുത്താതെ അല്ലെങ്കിൽ മിനിമം സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. റിസ്ക് റിവാർഡ് റേഷ്യോ ഒന്ന് നോക്കാണ്ട് ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലോസ് കിട്ടും. പ്രോഫിറ്റ് കിട്ടിയ ശരി, ഒക്കെ പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുകയും വേണം, അതൊരു സ്റ്റെപ്പാണ് അതിൽ. അതാണ് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ റിസ്ക് എന്ന് പറഞ്ഞ കാര്യങ്ങൾ എടുക്കുന്നത് മിനിമൽ ആയിരിക്കണം. അതായത് നിങ്ങളുടെ SL എന്ന് പറയുന്നത് ഭയങ്കര മിനിമൽ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലാണല്ലോ ഒരു ട്രേഡറിൻ്റെ എല്ലാം. ഒരു ട്രേഡർക്ക് ശ്വാസം എന്ന പോലുള്ള ഒരു കാര്യമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ എന്തൊക്കെ സ്റ്റോക്ക് കയറിയാലും നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. റിസ്ക് റിവാർഡ് റേഷ്യോയും പൊസിഷൻ സൈസിങ്ങും നമ്മൾ പഠിച്ചേ പറ്റും. പൊസിഷൻ സൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന ക്യാപിറ്റൽ അലോക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു എടുക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം വേണമെന്ന് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ആദ്യം സെറ്റ് ചെയ്യാം. എത്ര ക്വാണ്ടിറ്റി എന്നുള്ളതിന് മുൻപ് ലോസ് എത്ര കിട്ടും നോക്കുക. നിങ്ങളുടെ ലോസ് എത്രയാണോ, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു മിനിമം ഒരു സപ്പോർട്ടിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന ആ ലോസ് എത്രയ്ക്ക് വരുന്നു നോക്കുക. ആ ലോസിൽ എത്തുന്ന ടൈമിൽ നിങ്ങൾ എത്ര റിസ്ക് ബിയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്ന് നോക്കിയിട്ട് ആ ഒരു മാസം ഇത്ര ലോസ് എനിക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു മാസം എനിക്ക് ഇത്ര പ്രോഫിറ്റ് മതി എന്ന് തീരുമാനിക്കാൻ കൂടി നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാതെ ഒരു മാസം എനിക്ക് ഇത്ര സ്റ്റോപ്പ് ലോസ് മതി, പക്ഷേ പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആയിക്കോട്ടെ നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. സ്റ്റോപ്പ് ലോസ് ചെറുതാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റും എപ്പോഴും ചെറുതായിരിക്കും. വേറെ ഒന്നുമല്ല, പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സ്റ്റോപ്പ് ലോസിലും കൂടിയാണ്. സ്റ്റോപ്പ് ലോസ് എത്രത്തോളം ചെറുതാണോ അത്രത്തോളമാണ് നമ്മുടെ പ്രോഫിറ്റും നമുക്ക് ചിലപ്പോൾ മിനിമലായിട്ടേ കിട്ടത്തുള്ളൂ. പക്ഷേ അതേ സമയത്ത് വലിയൊരു സ്റ്റോപ്പ് ലോസ് നിങ്ങൾ വലിയ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ അതേ സമയത്ത് വലിയ പ്രോഫിറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ റിസ്ക് ബിയറിംഗ് റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അല്ലാതെ ഒരിക്കലും നമുക്ക് ചെറിയ ഒരു സ്റ്റോപ്പ് ലോസിൽ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എപ്പോഴും പറ്റില്ല. പറ്റുമായിരിക്കും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അത്ര പ്രൊഫഷണലാണെങ്കിൽ നമുക്ക് പറ്റും, തീർച്ചയായിട്ടും പറ്റുമായിരിക്കും. പക്ഷേ അല്ലാതെ ഒരു വലിയ റാലിയൊക്കെ ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല. എപ്പോഴും ഗ്രീഡി ആവാതിരിക്കുക. ഗ്രീഡി ആകുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുക. ഇറങ്ങേണ്ട അവിടെ ഇറങ്ങിയില്ലെങ്കിൽ, അതായത് പ്രോഫിറ്റ് ഒക്കെ ഹിറ്റ് ആയിട്ടുണ്ടാവും, നമുക്ക് വേണ്ട ആ ഒരു റേഷ്യോയിൽ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ കൂടി കയറട്ടായോണ്ടിരിക്കുമ്പോഴാണ് പലർക്കും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നത്. അതൊരു ഭയങ്കര മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം പ്രോഫിറ്റും ഹിറ്റായിട്ട്, അതായത് ടാർഗറ്റിന് ഹിറ്റായി തിരിച്ച് വന്നത് സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാനസികമായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ ലോസ് വരാതെ ട്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ വലിയൊരു ലോസിലേക്ക് പോകാതിരിക്കാൻ നമുക്കൊരു മാർഗ്ഗമേ ഉള്ളൂ. അതിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യാം. ഒരു 1000 രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ട്രേഡിൽ നിൽക്കുന്നത്. നിങ്ങൾ 100 രൂപയാണ് നിങ്ങൾ ലോസ് വയ്ക്കാൻ തയ്യാറായിട്ടിരിക്കുന്നത്. ഒരു 10 ക്വാണ്ടിറ്റി ആണ് നിങ്ങൾ എടുക്കുക. 100 രൂപേൻ്റെ ഷെയർ, അല്ലെങ്കിൽ 100 രൂപ പോട്ടെ, ഒരു 900 റുപ്പീസിൻ്റെ ഷെയർ അത് നിങ്ങൾ വാങ്ങണം. ഒരു 10 എണ്ണം വാങ്ങണം. 10 എണ്ണം വാങ്ങിയിട്ട് 10 എണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ 100 രൂപ കയറി കഴിഞ്ഞാൽ എത്രയാവും? 1000 രൂപ കിട്ടും. റൈറ്റ്. 10 ക്വാണ്ടിറ്റിക്ക് 100 രൂപ കയറി കഴിഞ്ഞാൽ 1000 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഈ പ്രോഫിറ്റിൻ്റെ ലോസ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് മാത്രം എപ്പോഴും നോക്കരുത്, നമ്മൾ ലോസ് നോക്കുക. ഈ ലോസ് എന്ന് പറയുന്നത് ഒരു 100 റുപ്പീസ് മിനിമം എങ്കിലും വെക്കുക. 10 രൂപേൻ്റെ സ്റ്റോക്ക്, അപ്പോൾ നിങ്ങൾ 100 റുപ്പീസ് ആവാൻ 10 രൂപയെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കണം. 100 രൂപയ്ക്ക് 10 രൂപ വെച്ചാൽ പോരാ, എന്നാലും നിങ്ങൾക്ക് ഏറ്റവും മിനിമം ലെവലിൽ കിട്ടിക്കഴിഞ്ഞാൽ 10 രൂപ വയ്ക്കുക. നിങ്ങൾ 50 രൂപ അല്ലെങ്കിൽ 100 രൂപയുടെ ലോസ് എടുക്കാൻ തയ്യാറാണെങ്കിൽ ആ 10 രൂപ വയ്ക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലിൽ നിന്ന് 100 ക്വാണ്ടിറ്റി വാങ്ങാണ്ടാവും. നിങ്ങളുടെ SL എന്ന് പറയുന്നത് മിനിമം ആവുന്ന ടൈമിൽ അപ്പോൾ ഫണ്ട് അലോക്കേഷൻ എന്ന് പറയുന്നത് കുറയ്ക്കുക. ഫണ്ട് അലോക്കേഷൻ കുറച്ചാലാണ് അവിടുത്തെ ആ ഒരു സ്ട്രാറ്റജി വർക്ക് ആവുള്ളൂ. ഈ സ്ട്രാറ്റജി വർക്കായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ബിയറിഷ് മാർക്കറ്റിലും നിങ്ങൾക്ക് സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം സ്റ്റോപ്പ് ലോസ് ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവുന്ന ടൈം നമ്മളറിയില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യാം. ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇത് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ഒരു സ്റ്റോപ്പ് ലോസ് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് ആ സ്റ്റോപ്പ് ലോസിനെ ഒരു മാനിച്ചുകൊണ്ട് ഒരു എൻട്രി എടുക്കുക, അല്ലെങ്കിൽ ഒരു ടാർഗറ്റും ഫിക്സ് ചെയ്യുക. ആ ഒരു ഇതിന് മാത്രം ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക. അല്ലാതെ എൻ്റെ ക്യാപിറ്റൽ ഉണ്ട് എന്നൊരു രീതിയിൽ ആരും ക്യാപിറ്റൽ 100% ഒന്നും കൊണ്ട് ഡിപ്ലോയ് ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു 25% ക്യാപിറ്റലിൻ്റെ ആവശ്യം വരുള്ളൂ, ചിലപ്പോൾ 10% വരുള്ളൂ. അത് മതി. 10% ഓക്കെ. നിങ്ങളുടെ ഒരു ടാർഗറ്റ് ഉണ്ട്, ഒരു SL ഉണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അതല്ലാണ്ട് ക്യാപിറ്റൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ക്യാപിറ്റൽ പിന്നെ അവിടെ 100% ക്യാപിറ്റൽ പോയി നിങ്ങളുടെ.
പിന്നെ എന്താണുള്ളത് അതോ നിങ്ങളുടെ 100% ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ഒരു ഗെയിമിന് മാത്രം കളിക്കുക. ഇപ്പോൾ കൂടി നിങ്ങൾക്ക് നാളെ ട്രേഡ് എടുക്കാൻ പോകണം, ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ചെറിയ രീതിക്ക് ഒരു 30 രൂപേൻ്റെയൊക്കെ സ്റ്റോപ്പ് ലോസ് മതിയെങ്കിൽ അത് മാത്രം വയ്ക്കുക. അതിന് നിങ്ങൾ 300 രൂപയാണ് ബിയർ ചെയ്യുന്നത്, 10 ക്വാണ്ടിറ്റി എടുത്താൽ മതി. 10 ക്വാണ്ടിറ്റി എടുക്കാൻ അതിന് എത്ര രൂപയാവോ അത് മതി. അല്ലാണ്ട് അതിൻ്റെ ചിലപ്പോൾ ഒരു ഡബിൾ എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് ഉണ്ടാവും. പക്ഷേ അതിനെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസ്ക് കൂടി. നമ്മൾ 300 രൂപ 600 രൂപയായി. അപ്പോൾ ഇങ്ങനെയൊന്നും ആവാതെ കറക്റ്റായിട്ടുള്ളൊരു ട്രേഡ് പഞ്ച് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇതൊരു റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രേഡ് പഞ്ച് ചെയ്യണതിന് മുന്നും അതിന് ട്രേഡ് കഴിഞ്ഞതിന് ശേഷവും എല്ലാം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് റിസ്ക് റിവാർഡ് റേഷ്യോ. അതുപോലെ തന്നെ ഫണ്ട് അലോക്കേഷൻ എന്ന് പറയുന്നത്. ചെറിയ പ്രോഫിറ്റ് എടുത്ത് മാറാനേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് മതി. നമുക്ക് ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ചെറിയ പ്രോഫിറ്റേ കിട്ടിയെന്ന് വരുള്ളൂ. അപ്പോൾ ഓക്കെ, റെഡി, ഇറ്റ്സ് ഓക്കെ, അത് മതി. അല്ലാതെ ഗ്രീഡി ആവാതിരിക്കുക. ഗ്രീഡി ആകുമ്പോഴാണ് നമ്മുടെ ക്യാഷ് ഫുള്ള് നഷ്ടപ്പെടുക. പിന്നെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഹിറ്റായെന്ന് വെച്ചിട്ട് ആരും കയറിയിട്ട് വീണ്ടും വീണ്ടും ഓവർ ട്രേഡ് എടുക്കരുത്. സ്റ്റോപ്പ് ലോസ് ഹിറ്റായാൽ ഓക്കെ, അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ്, നമ്മുടെ ലോസ് ആണ്, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ ഈ സ്റ്റോക്കിൽ നിന്ന് എൻ്റെ പൈസ പോയി, ഈ സ്റ്റോക്കിൽ നിന്ന് എൻ്റെ പൈസ ഞാൻ തിരിച്ചു പിടിക്കുന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് ഗാംബ്ലിംഗ് ആയി മാറും. അതായത് തിരിച്ചു പിടിക്കണം വേണ്ടി ബൈങ് ചെയ്ത് ചിലപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലേ വാഷ് ഔട്ട് ആയിട്ടായിരിക്കും നമ്മൾ തിരിച്ചറിയുക. അല്ലെങ്കിൽ മാർക്കറ്റ് മൂന്നായിരിക്കും ക്ലോസ് ആയിട്ടായിരിക്കും നമ്മളറിയുക, അയ്യോ എൻ്റെ ക്യാപിറ്റൽ ഇത്ര ഷോർട്ടായില്ലേ. ട്രേഡിങ്ങിനെ ഒരു ബിസിനസ്സായി കാണുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റേതായിട്ടൊരു കാൽക്കുലേഷൻ വെച്ച് മാത്രം ഒരു അപ്രോച്ച് എടുക്കുക. അതല്ലാതെ ആരും ഇപ്പോൾ നാളെ ബഡ്ജറ്റാണ്, നല്ലപോലെ ശ്രദ്ധിക്കുക. ബഡ്ജറ്റിൽ വന്നിട്ട് ചിലപ്പോൾ നല്ല മൂവ്മെൻറ്റ്സ് വരുന്ന സ്റ്റോക്സ് ഉണ്ടാവും. നമ്മൾ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്, നല്ല ചിലപ്പോൾ സെക്ടർ വൈസ് നന്നായി കയറുന്ന സ്റ്റോക്സ് ഉണ്ടാവും. പക്ഷേ ആ സെക്ടറിൽ ആ സ്റ്റോക്ക് വീക്കാണെങ്കിൽ വീക്കസ്റ്റ് സ്റ്റോക്കും ബഡ്ജറ്റിൽ കയറും. പക്ഷേ അതേ സമയത്ത് വീക്കസ്റ്റ് സ്റ്റോക്ക് കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇറക്കം ഇറങ്ങും. അതിലൊന്നും പോയി ചിലപ്പോൾ ആ വീക്കസ്റ്റ് സ്റ്റോക്ക് ആയിരിക്കും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്, ചിലപ്പോൾ 100 രൂപേൻ്റെ സ്റ്റോക്കൊക്കെ ആയിരിക്കും. അപ്പോൾ 100 രൂപേൻ്റെ അങ്ങനെയുള്ളതിലും പോയി പെടാതിരിക്കുക. പിന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ക്യാപ്പൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എൻട്രിക്ക് മുൻപ്. അതെല്ലാം ശ്രദ്ധിക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്താൽ അവർക്കൊരു ഉപകാരമാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.